ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നോബൽ പ്രൈസ് 2025. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്തെൽ, ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷിമോൻ സക്കാഗുച്ചി എന്നിവരാണ്. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്തെൽ, ഡോക്ടർ ഷിമോൻ സക്കാഗുച്ചി എന്നിവരാണ്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് മൂവർക്കും 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് മൂവർക്കും പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്തെൽ, ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷിമോൻ സക്കാഗുച്ചി എന്നിവരാണ്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് പുരസ്കാരം. നെക്സ്റ്റ്, 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, ബ്രിട്ടൻ; മിഷേൽ എച്ച് ഡെവോറേറ്റ്, ഫ്രാൻസ്; ജോൺ എം മാർട്ടിനിസ്, US. ഓർത്തുവെക്കുക. 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ക്ലാർക്ക്, ഫ്രാൻസിൽ നിന്നുള്ള മിഷേൽ എച്ച് ഡെവോറേറ്റ്, US നിന്നുള്ള ജോൺ എം മാർട്ടിനിസ് എന്നിവർക്കാണ്. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് മൂവർക്കും 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് മൂവർക്കും 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ക്ലാർക്ക്, ഫ്രാൻസിൽ നിന്നുള്ള മിഷേൽ എച്ച് ഡെവോറേറ്റ്, US നിന്നുള്ള ജോൺ എം മാർട്ടിനിസ് എന്നിവർക്കാണ്. നെക്സ്റ്റ്, 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ, ജപ്പാൻ; റിച്ചാർഡ് റോബ്സൺ, ബ്രിട്ടൻ; ഓമർ എം യാഗി, US. ഓർത്തുവെക്കുക. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ, ജപ്പാൻ; റിച്ചാർഡ് റോബ്സൺ, ബ്രിട്ടൻ; ഓമർ എം യാഗി, US. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ് കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം. ഓർത്തുവെക്കുക. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ് കണ്ടുപിടിച്ചതിനാണ് മൂവർക്കും 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഹംഗേറിയൻ എഴുത്തുകാരൻ. ഹംഗേറിയൻ എഴുത്തുകാരൻ. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കൈ. ലാസ്ലോ ക്രാസ്നഹോർക്കൈ. ഓർത്തുവെക്കുക. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രാസ്നഹോർക്കൈ. നെക്സ്റ്റ്, 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊരീന മച്ചാഡോയാണ്. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊരീന മച്ചാഡോയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് നെതർലാൻഡ്സിൽ ജനിച്ച US ഇസ്രായേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോയൽ മൊക്കീർ, ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പ് അഗിയോൺ, കാനഡയിൽ നിന്നുള്ള പീറ്റർ ഹോവിറ്റ് എന്നിവരാണ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? നെതർലാൻഡ്സിൽ ജനിച്ച US ഇസ്രായേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോയൽ മൊക്കീർ, ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പ് അഗിയോൺ, കാനഡയിൽ നിന്നുള്ള പീറ്റർ ഹോവിറ്റ് എന്നിവരാണ്. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും
സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് മൂവർക്കും 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് മൂവർക്കും 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്താണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. ഓക്കെ, സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് KJ യേശുദാസിനാണ്. 1 ലക്ഷം രൂപയും 3 പവന്റെ സ്വർണ്ണ മെഡലും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. 1 ലക്ഷം രൂപയും 3 പവന്റെ സ്വർണ്ണ മെഡലും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ദൈവദശകം. ഓക്കെ, ദൈവദശകം ഓർത്തുവെക്കുക. 2025 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ദൈവദശകം. നെക്സ്റ്റ്, 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമൊക്കെയായ ആലങ്കോട് ലീലാകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലു പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലു പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ മൊത്തം കർഷക ആത്മഹത്യകളുടെ ഏകദേശം 38.5% ഇവിടെയാണ് നടക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. വിളനാശം, കടബാധ്യത, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് കർഷകരെ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളായി NCRB റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കർണാടക സർക്കാരിൻ്റെ 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? രാമചന്ദ്ര ഗുഹ. ഓക്കെ, ഓർത്തുവെക്കുക. കർണാടക സർക്കാരിൻ്റെ 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? രാമചന്ദ്ര ഗുഹ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ആശയങ്ങളെയും ഇന്ത്യൻ ചരിത്രത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള രചനകൾക്കും ഗാന്ധിജിയുടെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലെ സംഭാവനകൾക്കുമാണ് ഈ ഒരു അംഗീകാരം നൽകിയത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ആശയങ്ങളെയും ഇന്ത്യൻ ചരിത്രത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള രചനകൾക്കും ഗാന്ധിജിയുടെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലെ സംഭാവനകൾക്കുമാണ്
രാമചന്ദ്ര ഗുഹയ്ക്ക് 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഗാന്ധി ബിഫോർ ഇന്ത്യ, ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്നിങ്ങനെ 2 വാല്യങ്ങളിലായി ഗാന്ധിജിയുടെ ജീവചരിത്രവും രചിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ കർണാടക സർക്കാരിന്റെ 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? രാമചന്ദ്ര ഗുഹയാണ്. അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ ആശയങ്ങളെയും ഇന്ത്യൻ ചരിത്രത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള രചനകൾക്കും ഗാന്ധിജിയുടെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലെ സംഭാവനകൾക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഗാന്ധി ബിഫോർ ഇന്ത്യ, ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്നിങ്ങനെ 2 വാല്യങ്ങളിലായി ഗാന്ധിജിയുടെ ജീവചരിത്രവും രചിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇ സന്തോഷ് കുമാർ. ഓക്കെ, ഓർത്തുവെക്കുക. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, 2024 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. 2025 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 50,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. 2024 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 50,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ടരമണി. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആർ വെങ്കിട്ടരമണിയാണ്. 2022 ആദ്യമായി അദ്ദേഹം ഇന്ത്യയുടെ അറ്റോർണി ജനറലായി നിയമിതനാകുന്നത്. കാലാവധി പൂർത്തിയാവാനിരിക്കെ അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യയുടെ അറ്റോർണി ജനറലായി നിയമിക്കുകയായിരുന്നു എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. 2022 അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ അറ്റോർണി ജനറലായി നിയമിതനാകുന്നത്. കാലാവധി പൂർത്തിയാവാനിരിക്കെ അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യയുടെ അറ്റോർണി ജനറലായി നിയമിക്കുകയായിരുന്നു. നെക്സ്റ്റ്, ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സനെ തകായിച്ചി. ഓക്കെ, ഓർത്തുവെക്കുക. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സനെ തകായിച്ചി ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരനായ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. അപ്പോൾ അദ്ദേഹമാണ് കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. ഇനി എന്താണ് ഈ വികസിത് ഭാരത് ബിൽഡത്തോൺ? 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ വിദ്യാർത്ഥികളിലെ നവീന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭാംശു ശുക്ലയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സെർജിയോ ഗോർ. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെർജിയോ ഗോർ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? നവി മുംബൈ. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമാണ് നവി മുംബൈ. നെക്സ്റ്റ്, വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈന.
വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യമാണ് ചൈന. നെക്സ്റ്റ്, വിനോദസഞ്ചാര മേഖലയിൽ വൃത്തിയുറപ്പിക്കാനായി കേരളത്തിലെ 14 ജില്ലകളിലും കേരള ടൂറിസം വകുപ്പ് കൊണ്ടുവരുന്ന പദ്ധതി ഏതാണ്? ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. ഓക്കെ, ഓർത്തുവെക്കുക. വിനോദസഞ്ചാര മേഖലയിലെ വൃത്തിയുറപ്പിക്കാനായി കേരളത്തിലെ 14 ജില്ലകളിലുമായി കേരള ടൂറിസം വകുപ്പ് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. നെക്സ്റ്റ്, സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. ഓക്കെ, ഓർത്തുവെക്കുക. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. നെക്സ്റ്റ്, ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഡൽഹിയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഡൽഹി. നെക്സ്റ്റ്, തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതി ഏതാണ്? SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഓക്കെ, ഓർത്തുവെക്കുക. തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഇരട്ടിപ്പുകൾ, മരണപ്പെട്ടവർ, താമസം മാറിയവർ, അനർഹരായവർ എന്നിവരെ ഒഴിവാക്കി പട്ടിക തയ്യാറാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓർത്തുവെക്കുക. വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഇരട്ടിപ്പുകൾ, മരണപ്പെട്ടവർ, താമസം മാറിയവർ, അനർഹരായവർ എന്നിവരെ ഒഴിവാക്കി പട്ടിക തയ്യാറാക്കുക എന്നതാണ് SIRന്റെ പ്രധാന ലക്ഷ്യം എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതി ഏതാണ്? SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ഒക്ടോബറിൽ രൂപീകരിച്ച 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് രഞ്ജന ദേശായി. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഒക്ടോബറിൽ രൂപീകരിച്ച 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് രഞ്ജന ദേശായി ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനായത് ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടിയാണ്. സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കും അതിനുശേഷം താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന പ്രേംകുമാറിനും പകരമാണ് ഈ ഒരു നിയമനം എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനായത് ആരാണ്? റസൂൽ പൂക്കുട്ടിയാണെന്ന് ഓർത്തുവെക്കുക. അതോടൊപ്പം വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് കുക്കു പരമേശ്വരനാണെന്ന് കൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയും അതുപോലെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? കുക്കു പരമേശ്വരനുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോടാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോടാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് അസം. നെക്സ്റ്റ്, ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലേക്കുള്ള നാസയുടെ ദൗത്യം ഏതാണ്? ഡ്രാഗൺ ഫ്ലൈ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ. ഭൂമിയിലും ടൈറ്റനിലുമുള്ള സമാനമായ ജൈവരാസവസ്തുക്കൾ കണ്ടെത്തുകയും അതുവഴി ജീവസാധ്യത വിലയിരുത്തുകയും ചെയ്യലാണ് ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയിലും ടൈറ്റനിലും ഉള്ള സമാനമായ ജൈവരാസ സംയുക്തങ്ങൾ കണ്ടെത്തുകയും അതുവഴി ജീവസാധ്യത വിലയിരുത്തുകയും ചെയ്യലാണ് ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൗത്യം 2026 ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുക. 2034 ടൈറ്റന്റെ ഉപരിതലത്തിൽ ഡ്രാഗൺ ഫ്ലൈ എത്തുക എന്ന് കൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലേക്കുള്ള നാസയുടെ ദൗത്യം ഏതാണ്? ഡ്രാഗൺ ഫ്ലൈ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെയാണ്
ഇന്ത്യ പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിതനായത് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ഓക്കെ, ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിതനായത് ശുഭ്മാൻ ഗില്ലാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ഏതാണ്? ട്രിയോണ്ട. ഓക്കെ, ഓർത്തു വെക്കുക. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? 3 രാജ്യങ്ങളിലായിട്ടാണ്: അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഓക്കെ, ഓർത്തു വെക്കുക. അപ്പോൾ 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. ഇനി 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടേക്കാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഓക്കെ, ഓർത്തു വെക്കുക. നെക്സ്റ്റ്, $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? പോർച്ചുഗീസ് താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഓക്കെ, ഓർത്തു വെക്കുക. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പോർച്ചുഗീസ് താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം ഏതാണ്? ശ്രീവിജയപുരം. ഓക്കെ, അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ശ്രീവിജയപുരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ആദി സംസ്കൃതി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം വികസിപ്പിച്ച ഈ പ്ലാറ്റ്ഫോം ആദിവാസി പൈതൃകവും അറിവും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സംരംഭമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ആദി സംസ്കൃതിയാണ്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം വികസിപ്പിച്ച ഈ ഒരു പ്ലാറ്റ്ഫോം ആദിവാസി പൈതൃകവും അറിവും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സംരംഭമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ബരാതാങ്ങിലാണെന്ന് ഓർത്തുവെക്കുക. സാധാരണ അഗ്നിപർവ്വതങ്ങൾ ലാവ പുറന്തള്ളുമ്പോൾ ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോകൾ പുറന്തള്ളുന്നത് ചെളിയും വെള്ളവും അടങ്ങുന്ന മിശ്രിതമാണ്. ഓക്കെ, ഇതോടൊപ്പം വലിയൊരളവിൽ പ്രകൃതിവാതകങ്ങളുടെ നിക്ഷേപവും കാണപ്പെടാറുണ്ട്. ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഏതാണ്? INS ആന്ത്രോത്ത്. ഓക്കെ, ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ആണ് INS ആന്ത്രോത്ത്. അപ്പോൾ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഏതാണ്? INS അർണാല. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനം ഏതാണ്? MiG-21. ഓർത്തുവെക്കുക. 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനമാണ് MiG-21. നെക്സ്റ്റ്, ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈൽ ഏതാണ്? അനന്തശസ്ത്ര. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര. നെക്സ്റ്റ്, കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ശക്തി പദ്ധതി. ഓർത്തുവെക്കുക. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിന്റെ പദ്ധതിയാണ് ശക്തി പദ്ധതി. നെക്സ്റ്റ്, രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. ഓക്കെ, ഓർത്തുവെക്കുക. രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. 2025 മെയ്യിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ ആണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം ഏതാണ്? എ പ്രഗ്നന്റ് വിഡോ. ഓക്കെ, ഓർത്ത് വെക്കുക. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ. സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി KR ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ. സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി KR ആണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് B, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഓക്കെ, ഓർത്തു വെക്കുക. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് B, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യമാണ് മാലിദ്വീപ് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, വായു മലിനീകരണത്തിന്റെ തോത് അളക്കുന്ന AQI അഥവാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? പാകിസ്ഥാനിലെ ലാഹോർ ആണെന്ന് ഓർത്തു വെക്കുക. വായു മലിനീകരണത്തിന്റെ തോത് അളക്കുന്ന AQI അഥവാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് പാകിസ്ഥാനിലെ ലാഹോർ എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സ്മൃതി മന്ദാന. ഓക്കെ, വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സ്മൃതി മന്ദാന. അതുപോലെ ഏകദിനത്തിൽ 5000 റൺസ് തികച്ച വേഗമേറിയ വനിതാ താരവും ആര് തന്നെയാണ്? സ്മൃതി മന്ദാന തന്നെയാണ്. 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും സ്മൃതി മന്ദാനയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സ്മൃതി മന്ദാന. ഏകദിനത്തിൽ 5000 റൺസ് തികച്ച വേഗമേറിയ വനിതാ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സ്മൃതി മന്ദാനയാണ്. 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും സ്മൃതി മന്ദാന തന്നെയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ ആണ്. അതുപോലെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് ആരാണ്? കീർത്തി സുരേഷ് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി സഞ്ജു സാംസണെയും ഗുഡ്വിൽ അംബാസിഡറായി കീർത്തി സുരേഷിനെയുമാണ് നിയമിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇനി 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, ഓർത്തു വെക്കുക. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന പ്രഥമ ചീഫ് മിനിസ്റ്റർ സ്വർണ്ണ കപ്പിന് അർഹമായതും തിരുവനന്തപുരമാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് ആരാണ്? മലപ്പുറമാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജു സാംസൺ. ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ് ആണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം, അത്ലറ്റിക് ചാമ്പ്യന്മാരായത് മലപ്പുറം. നെക്സ്റ്റ്, അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? മൊറോക്കയാണ്. ഓക്കെ, ഓർത്തു വെക്കുക. അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് മൊറോക്കയാണെന്ന് ഓർത്തു വെക്കുക. 6 വട്ടം ചാമ്പ്യന്മാരായ അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൽ മൊറോക്കോ ജേതാക്കളായതെന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ആരാണ്? തമിഴ്നാടാണ്. ഓക്കെ, ഓർത്തു വെക്കുക. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് തമിഴ്നാടാണ്. 289 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് 1ാം സ്ഥാനം നേടിയത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, 2ാം സ്ഥാനത്ത് ഹരിയാനയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 5 കൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് അല്ലെങ്കിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? തമിഴ്നാടാണ്. 289 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് 1ാം സ്ഥാനത്തെത്തിയത്. 2ാം സ്ഥാനം ഹരിയാന. കേരളത്തിൻ്റെ സ്ഥാനം 5. അതുപോലെ 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൻ്റെ വേദി എവിടെയായിരുന്നു? ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം ആയിരുന്നു എന്നുകൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ചൈനയിലെ ബെയ്ജിങ്ങിലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തിടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ചൈനയിലെ ബെയ്ജിങ്ങിലാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം ഏതാണ്?
തൃശൂൽ. ഓക്കെ, ഓർത്തു വെക്കുക. ഗുജറാത്തിലെ സർ ക്രീക്കിൽ ഇന്ത്യ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് തൃശൂൽ. നെക്സ്റ്റ്, 47ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മലേഷ്യയിലെ കോലാലംപൂരിലാണെന്ന് ഓർത്തു വെക്കുക. 47ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദിയാണ് മലേഷ്യയിലെ കോലാലംപൂർ. നെക്സ്റ്റ്, ആസിയാൻ കൂട്ടായ്മയിൽ 11ാം അംഗരാജ്യം ഏതാണ്? കിഴക്കൻ തിമോർ. ഓർത്തു വെക്കുക. ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യമായി ചേർന്നത് ഏതാണ്? കിഴക്കൻ തിമോർ ആണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മോൺത ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോൺത ചുഴലിക്കാറ്റ്. ഈ ഒരു ചുഴലിക്കാറ്റ് 2025 ഒക്ടോബർ 28 ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയ്ക്ക് സമീപം കരതൊടുകയും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഓക്കെ, ഓർത്തു വെക്കുക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മോൺത ചുഴലിക്കാറ്റാണ്. അതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, മോൺത ചുഴലിക്കാറ്റ് എന്ന ഈ ഒരു പേര് ആ ഒരു ചുഴലിക്കാറ്റിന് നൽകിയ രാജ്യമാണ് തായ്ലാൻഡ്. ഓക്കെ, ഓർത്തു വെക്കുക. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മോൺത ചുഴലിക്കാറ്റാണ്. ആ ഒരു പേര് നിർദ്ദേശിച്ച രാജ്യമാണ് തായ്ലൻഡ്. അതിൻ്റെ മീനിങ് ആണ് മണമുള്ള പൂവ്. നെക്സ്റ്റ്, ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓർത്തു വെക്കുക. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമാണ് കേരളം. പ്രമുഖ ദേശീയ മാധ്യമ സ്ഥാപനമായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലാണ് കേരളത്തിന് ഈ ഒരു ചരിത്രപരമായ നേട്ടം കൈവരിക്കാനായത് എന്നുകൂടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്? കേരളത്തെയാണ്. പ്രമുഖ ദേശീയ മാധ്യമ സ്ഥാപനമായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലാണ് കേരളത്തിന് ഈ ഒരു ചരിത്രപരമായ നേട്ടം കൈവരിക്കാനായത് എന്നുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, മൈസൂരു വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളി ആരാണ്? PV ഉഷാകുമാരി. ഓക്കെ, ഓർത്തു വെക്കുക. മൈസൂരു വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളിയാണ് PV ഉഷാകുമാരി. നെക്സ്റ്റ്, രാജ്യത്ത് ഒരേ ദിവസം 3 പ്രധാന അവയവങ്ങൾ, അതായത് ശ്വാസകോശം, ഹൃദയം, വൃക്ക എന്നിവ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഓർത്തുവെക്കുക. രാജ്യത്ത് ഒരേ ദിവസം 3 പ്രധാന അവയവങ്ങൾ, ശ്വാസകോശം, ഹൃദയം, വൃക്ക എന്നിവ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജ് ആണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യത്തെ ആശുപത്രിയും കോട്ടയം മെഡിക്കൽ കോളേജ് ആണെന്ന് കൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ രാജ്യത്ത് ഒരേ ദിവസം 3 പ്രധാന അവയവങ്ങൾ, അതായത് ശ്വാസകോശം, ഹൃദയം, വൃക്ക എന്നിവ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യത്തെ ആശുപത്രിയും കോട്ടയം മെഡിക്കൽ കോളേജ് ആണെന്ന് കൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഖാലിദ് അൽ എനാനി. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഖാലിദ് അൽ എനാനിയാണ്. യുനെസ്കോയുടെ തലപ്പത്തി എത്തുന്ന ആദ്യത്തെ അറബ് വംശജനാണ് അദ്ദേഹം എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഖാലിദ് അൽ എനാനിയാണ്. യുനെസ്കോയുടെ തലപ്പത്തി എത്തുന്ന ആദ്യത്തെ അറബ് വംശജനാണ് അദ്ദേഹം. നെക്സ്റ്റ്, അടുത്തിടെ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ ഹരിണി അമരസൂര്യ. അടുത്തിടെ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ. നെക്സ്റ്റ്, ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ബ്രസീൽ. ആകെ 44 മെഡലുകളാണ് ബ്രസീലിന് ലഭിച്ചത്. അതിൽ 15 സ്വർണം, 20 വെള്ളി, 9 വെങ്കലം. ഓക്കെ, ഓർത്തുവെക്കുക. ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ബ്രസീൽ. 44 മെഡലുകളാണ് ബ്രസീലിന് ലഭിച്ചത്. അതിൽ 15 സ്വർണം, 20 വെള്ളി, 9 വെങ്കലം. നെക്സ്റ്റ്, 2ാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ് ലഭിച്ചത്. ആകെ 52 മെഡലുകളാണ് ലഭിച്ചത്. 13 സ്വർണം, 22 വെള്ളി, 17 വെങ്കലം. ഓക്കെ, ഓർത്തുവെക്കുക. 2ാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ്. ആകെ 52 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 13 സ്വർണവും 22 വെള്ളിയും 17 വെങ്കലവും. ഓർത്തുവെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് ചൈനയ്ക്കാണെങ്കിലും
സ്വർണ്ണ മെഡലുകളുടെ എണ്ണം കൂടുതൽ ബ്രസീലിനായതുകൊണ്ടാണ് ബ്രസീലിന് 1-ാം സ്ഥാനം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. അതായത് ഇവിടെ ബ്രസീലിന് 15 സ്വർണവും ചൈനയ്ക്ക് 13 സ്വർണവുമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം കൂടുതൽ ബ്രസീലിനായതുകൊണ്ടാണ് ഇവിടെ ബ്രസീലിന് 1-ാം സ്ഥാനം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10-ാം സ്ഥാനമാണ്. ഓക്കെ, 22 മെഡലുകളാണ് ആകെ ലഭിച്ചത്. അതിൽ 6 സ്വർണവും 9 വെള്ളിയും 7 വെങ്കലവുമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ആകെ 44 മെഡലുകളാണ് ബ്രസീലിന് ലഭിച്ചത്. അതിൽ 15 സ്വർണം, 20 വെള്ളി, 9 വെങ്കലം. 2-ാം സ്ഥാനം ചൈന, 52 മെഡലുകൾ, 13 സ്വർണം, 22 വെള്ളി, 17 വെങ്കലം. ഇനി ഇന്ത്യയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ 10ആണ്. 22 മെഡലുകളാണ് ആകെ ലഭിച്ചത്. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം. നെക്സ്റ്റ്, 2025 ഗ്ലോബൽ ഫിനാൻസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ ബഹുമതികൾക്ക് അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഓർത്തു വെക്കുക. 2025 ഗ്ലോബൽ ഫിനാൻസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ ബഹുമതികൾക്ക് അർഹമായത് ഏതു ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? ലഡാക്കിലാണെന്ന് ഓർത്തു വെക്കുക. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ലഡാക്കിലാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? നീരജ് ചോപ്രയാണ്. ഓക്കെ, ഇന്ത്യൻ സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? നീരജ് ചോപ്രയാണ്. കായിക രംഗത്തെ അദ്ദേഹത്തിന്റെ അവിസ്മരണീയമായ നേട്ടങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും അംഗീകാരമായാണ് ടെറിട്ടോറിയൽ ആർമിയിൽ ഈ ഒരു പദവി അദ്ദേഹത്തിന് നൽകിയത് എന്നുകൂടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? നീരജ് ചോപ്രയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ആരാണ്? ദീപിക പദ്കോൺ. ഓക്കെ, ഓർത്തുവെക്കുക. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ദീപിക പദ്കോൺ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, മുതിർന്ന CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥ ഏതാണ്? ഇതാണെന്റെ ജീവിതം. ഓക്കെ, ഓർത്തുവെക്കുക. മുതിർന്ന CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥയാണ് ഇതാണെന്റെ ജീവിതം. നെക്സ്റ്റ്, ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? യുറുഗ്വായ്. ഓക്കെ, ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് യുറുഗ്വായ്. നെക്സ്റ്റ്, വിക്കിപീഡിയയ്ക്ക് ബദലായി സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ഏതാണ്? ഗ്രോക്കിപീഡിയ. ഓക്കെ, ഓർത്തു വെക്കുക. വിക്കിപീഡിയയ്ക്ക് ബദലായി സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്കിപീഡിയ. നെക്സ്റ്റ്, കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2. ഓക്കെ, ഓർത്തു വെക്കുക. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. നെക്സ്റ്റ്, ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവിക അഭ്യാസം നടന്നത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവിക അഭ്യാസം നടന്നത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ശുക്ര പര്യവേക്ഷണം നടത്തുന്നതിനായി റഷ്യ ഔദ്യോഗികമായി ആരംഭിക്കുന്ന ദൗത്യം ഏതാണ്? വെനേറ D. ഓക്കെ, ഓർത്തുവെക്കുക. ശുക്ര പര്യവേക്ഷണം നടത്തുന്നതിനായി റഷ്യ ഔദ്യോഗികമായി ആരംഭിക്കുന്ന ദൗത്യമാണ് വെനേറ D. നെക്സ്റ്റ്, 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? ടൊവിനോ തോമസ്. ഓക്കെ, ഓർത്തുവെക്കുക. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാളി താരമാണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസിന് ഈ ഒരു പുരസ്കാരം 2ാം തവണയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാളി താരമാണ് ടൊവിനോ തോമസ്. അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം 2ാം തവണയാണ് ലഭിക്കുന്നത്. 2025
അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇതിനു മുൻപ് 2023 ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? ടൊവിനോ തോമസ് ആണ്. നരിവേട്ട എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം ടൊവിനോ തോമസിന് 2025 ലഭിച്ചത്. ഇതിനു മുൻപ് 2023 അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് അന്ന് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രം ഏതാണ്? ചലോ ജീത്തേ ഹേ. ഓക്കെ, ഓർത്തുവെക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രമാണ് ചലോ ജീത്തേ ഹേ. സംവിധാനം ചെയ്തിരിക്കുന്നത് മങ്കേഷ് ഹദാവലയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രമാണ് ചലോ ജീത്തേ ഹേ. സംവിധാനം മങ്കേഷ് ഹദാവലെ. നെക്സ്റ്റ്, ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം ലഭ്യമാക്കുന്നതിനായി വനിതാ സഹകരണ സംഘങ്ങളുടെ സംസ്ഥാന ഫെഡറേഷനായ വനിതാ ഫെഡ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സൂതികാമിത്രം. ഓക്കെ, ഓർത്തുവെക്കുക. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം ലഭ്യമാക്കുന്നതിനായി വനിതാ സഹകരണ സംഘങ്ങളുടെ സംസ്ഥാന ഫെഡറേഷനായ വനിതാ ഫെഡ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സൂതികാമിത്രം. നെക്സ്റ്റ്, 2027 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പാകിസ്ഥാൻ. ഓക്കെ, ഓർത്തുവെക്കുക. 2027 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയുടെ വേദിയാണ് പാകിസ്ഥാൻ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവാ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന അട്ടക്കടിയാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവാ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന അട്ടക്കടിയാണെന്ന് ഓർത്തുവെക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പലുകളെ സംരക്ഷിക്കുക, അവയുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഗവേഷണങ്ങൾ നടത്തുക തുടങ്ങിയവയാണ് ഈ ഒരു വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അട്ടക്കടിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ. ഓക്കെ, ഓർത്തുവെക്കുക. അടുത്തിടെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ. നെക്സ്റ്റ്, 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? പ്രകാശ് രാജ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ പേരിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി പത്രാധിപർ അടുത്തിടെ അന്തരിച്ചു. പേര് TJS ജോർജ്. ഓക്കെ, ഓർത്തുവെക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ പേരിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി പത്രാധിപർ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് TJS ജോർജ്. നെക്സ്റ്റ്, 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ഹോക്കി താരം ആരാണ്? മാനുവൽ ഫ്രെഡറിക്. ഓക്കെ, 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ഹോക്കി താരമാണ് മാനുവൽ ഫ്രെഡറിക്. നെക്സ്റ്റ്, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകിയും ചെന്നൈ കലാക്ഷേത്രത്തിലെ അധ്യാപികയുമായ വ്യക്തി ആരാണ്? ചിന്ന ശാരദ എന്നറിയപ്പെടുന്ന ശാരദ ഹോഫ്മൻ ആണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകിയും ചെന്നൈ കലാക്ഷേത്രത്തിലെ അധ്യാപികയുമായ വ്യക്തിയാണ് ചിന്ന ശാരദ എന്നറിയപ്പെടുന്ന ശാരദ ഹോഫ്മൻ എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 1942 ക്വിറ്റ് ഇന്ത്യ സമരാഹ്വാനത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും അടുത്തിടെ അന്തരിച്ചു. പേര് ഡോക്ടർ ജി പരീഖ്. ഓക്കെ, ഓർത്തുവെക്കുക. 1942 ക്വിറ്റ് ഇന്ത്യ സമരാഹ്വാനത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ ജി പരീഖ്. 101 വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തി ആരാണ്? ഡാം ജെയിൻ ഗുഡാൾ. അടുത്തിടെ അന്തരിച്ച ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തിയാണ് ഡാം ജെയിൻ ഗുഡാൾ. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ മോഹൻദാസ്. അടുത്തിടെ അന്തരിച്ച ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലറാണ് ഡോക്ടർ മോഹൻദാസ്.